ഹൈ ഹോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടറ്റ് കാറ്റഗറി 3 നാച്ചുറൽ സയൻസിൽ ഉൾപ്പെടുന്ന ആനിമൽ കിങ്ഡം പാർട്ട് 2 ആണ്. പാർട്ട് 1 വീഡിയോയിൽ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, സിമെട്രി, സീലോം, ഫൈലം നോൺ കോഡേറ്റ ആൻഡ് ഹെമി കോഡേറ്റ ഈ ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഫൈലം കോഡേറ്റയെക്കുറിച്ച് പഠിക്കാം. കോഡേറ്റയ്ക്ക് 3 ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സാണ് ഉള്ളത്. ഫസ്റ്റ് വൺ നോട്ടോകോഡ്, സെക്കൻഡ് ഡോർസൽ ഹോളോ നെർവ് കോഡ് ആൻഡ് തേർഡ് വൺ പെയ്ഡ് ഫാരിഞ്ചിൽ ഗിൽസിഡ്സ്. നമുക്ക് ഈ 3 എന്താണെന്ന് നോക്കാം. ഈ കാണുന്ന ഓർഗാൻസത്തിൻ്റെ ഡോർസൽ റീജിയൻ ആണിത്. ഇതാണ് അതിൻ്റെ വെൻട്രൽ റീജിയൻ. ഡോർസൽ റീജിയനിലായിട്ട് മുകളിൽ നമുക്ക് നെർവ് കോഡ് കാണാൻ സാധിക്കുമേ. ഈ നെർവ് കോഡ് എന്താണ്? അതൊരു ഹോളോ ആയിട്ടുള്ള ട്യൂബാണ്. ഓക്കെ, അപ്പോൾ ഡോർസൽ ഹോളോ നെർവ് കോഡ് ഹെൽപ്പ് ചെയ്യുന്നത് ബോഡി ഫങ്ഷൻസിനെ കോർഡിനേറ്റ് ചെയ്യാനാണ്. അതിന് താഴെയായിട്ട് നമുക്ക് നോട്ടോകോഡ് കാണാൻ സാധിക്കും. നോട്ടോകോഡ് എന്ന് പറയുന്നത് സ്കെലട്ടൻ്റെ ഒരു ഭാഗമാണ്. മസിൽസ് അറ്റാച്ച് ചെയ്യുന്നത് നോട്ടോകോഡിലേക്കാണ്. മൂന്നാമത്തെ ഫണ്ടമെൻ്റൽ ക്യാരക്ടർ എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ഫാരിഞ്ചിയൽ ഗിൽസിഡ്സ് ആണ്. ഫാരിഞ്ചിയൽ ഗിൽസിഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫാരിങ്സ് റീജിയണിൽ നമുക്ക് ചില പെർഫോറേഷൻസ് കാണാം, അല്ലെങ്കിൽ സ്ലിറ്റ്സ് കാണാം. ഈ സ്ലിറ്റ്സിൽ ഗിൽസ് പ്രസൻ്റ് ആണ്. ഈ ഗിൽസ് ഗ്യാസ് എക്സ്ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യും. കൂടാതെ ഈ ഫാരിഞ്ചിയൽ ഗിൽസിഡ്സിൻ്റെ പ്രത്യേകത എന്താ? ഇവർ പെയർഡാണ്. ബോഡിയുടെ 2 സൈഡിലും പെയറായിട്ടാണ് ഫാരിഞ്ചിയൽ ഗിൽസിഡ്സ് കാണുന്നത്. ഇത് 3 കോഡേറ്റയുടെ ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ യുണീക്ക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതല്ലാതെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവർ ബൈലാറ്ററലി സിമെട്രിക്കലാണ്, സീലോമേറ്റ്സ് ആണ്. പിന്നെ ഇവർക്ക് ഓർഗൻ സിസ്റ്റം ലെവൽ ഓർഗനൈസേഷനുമാണ്. കൂടാതെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവരിലൊരു പോസ്റ്റ് ആനൽ ടെയില് പ്രസൻ്റ് ആണ്. എന്താണ് ഈ പോസ്റ്റ് ആനൽ എന്ന് പറയുന്നത്? ആനസ് റീജിയന് ശേഷം ഒരു ടെയിൽ ലൈക്ക് സ്ട്രക്ചർ പ്രസൻ്റ് ആണ്. ഫൈലം കോഡേറ്റ നമ്മൾ 3 സബ് ഫൈലമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. യൂറോ കോഡേറ്റ, സിഫാലോ കോഡേറ്റ ആൻഡ് വെർട്ടിബ്രേറ്റ. യൂറോ കോഡേറ്റയും സെഫാലോ കോഡേറ്റയും ഒരുമിച്ച് നമ്മൾ പ്രോട്ടോകോഡേറ്റ്സ് എന്ന് വിളിക്കുമേ. പ്രോട്ടോകോഡേറ്റ്സ് എക്സ്ക്ലൂസീവ്ലി മറൈൻ ഓർഗാനിസംസ് ആണ്. ഇനി നമുക്ക് ഓരോ സബ് ഫൈലം നോക്കാം. ഫസ്റ്റ് സബ് ഫൈലം യൂറോ കോഡേറ്റ ഓർ ട്യൂണിക്കേറ്റ. നോട്ടോകോഡ് പ്രസൻറ്റ് ഓൺലി ഇൻ ലാർവൽ ടെയിൽ. അതായത് ട്യൂണിക്കേറ്റ്സിൽ നോട്ടോകോഡ് പ്രസൻ്റ് ആണ്, പക്ഷേ അത് ലാർവയുടെ ടെയിലിൽ മാത്രമേ ഉള്ളൂ. അതിന് എക്സാമ്പിളാണ് അസിഡിയ, സാൽപ്പ ആൻഡ് ഡോലിയോലം. ഓക്കെ, ഇനി സെക്കൻഡ് സബ് ഫൈലമാണ് സബ് ഫൈലം സെഫാലോകോഡേറ്റ. സെഫാലോകോഡേറ്റ്സിൽ നോട്ടോകോഡ് എക്സ്റ്റെൻഡ് ഫ്രം ഹെഡ് ടു ടെയിൽ. നമ്മൾ യൂറോ കോഡേറ്റയിൽ കണ്ട് അവരുടെ ലാർവയുടെ ടെയിലിൽ മാത്രമേ നോട്ടോകോഡ് പ്രസൻ്റ് ആയിട്ടുള്ളൂ. പക്ഷേ സെഫാലോകോഡേറ്റയിൽ ഹെഡ് ടു ടെയിൽ റീജിയൻ നോട്ടോകോഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇറ്റ് പെർസിസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ലൈഫ്. ആ ത്രൂ ഔട്ട് ലൈഫിൽ നോട്ടോകോഡ് നമുക്ക് കാണാൻ സാധിക്കും. അതിന് എക്സാമ്പിളാണ് നമ്മുടെ ബ്രാങ്കിയോസ്റ്റോമ ഓർ ആംഫിയോക്സിസ് ഓർ ലാൻസ്ലെറ്റ്. ഇനി തേർഡ് സബ് ഫൈൽ എന്ന് പറയുന്നത് വെർട്ടിബ്രേറ്റ് ആണ്. ദി പോസസ് നോട്ടോകോഡ് ഡ്യൂറിങ് എംബ്രിയോണിക് പീരീഡ് ആൻഡ് റീപ്ലേസ്ഡ് ബൈ വെർട്ടിബ്രൽ കോളം ഇൻ അഡൾട്ട്. എന്താണ്? എംബ്രിയോണിക് പീരീഡിൽ അവരിൽ നോട്ടോകോഡ് പ്രസൻ്റ് ആണ്. അവർ അഡൾട്ടായി മാറുമ്പം ഈ നോട്ടോകോഡിനെ വെർട്ടിബ്രൽ കോളം റീപ്ലേസ് ചെയ്യും. ഓക്കെ അല്ലേ? വെർട്ടിബ്രൽ കോളം എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. കാർട്ടിലേജിനസും ആകാം, ബോണിയും ആകാം. ഇത് കൂടാതെ അവരുടെ മറ്റ് ഫീച്ചേഴ്സ് നോക്കാം. ദേ ഹാവ് വെൻട്രൽ മസ്കുലർ ഹാർട്ട്. അവർക്ക് വെൻട്രൽ സൈഡിൽ മസ്കുലർ ആയിട്ടുള്ള ഹാർട്ട് പ്രസൻ്റ് ആണ്. ഈ ഹാർട്ട് 2 ചേമ്പേർഡ് ആകാം, 3 ചേമ്പേർഡ് ആകാം, അല്ലെങ്കിൽ 4 ചേമ്പേർഡും ആകാം. കൂടാതെ ഇവരിൽ കിഡ്നി പ്രസൻ്റ് ആണ് എക്സ്ക്രീഷന് വേണ്ടി. പിന്നെ ദേ ഹാവ് പെയർഡ് അപ്പൻഡേജസ് ഓൾസോ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സബ് ഫൈലം വെർട്ടിബ്രേറ്റയുടെ ക്ലാസിഫിക്കേഷൻ ആണ്.
സബ് ഫൈലം വെർട്ടിബ്രേറ്റിനെ നമ്മൾ 2 ഡിവിഷൻസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദർ ആഗ്നാത്ത ആൻഡ് നാത്തോസ്റ്റൊമാറ്റ. ഓക്കെ, അപ്പോൾ 2 ഡിവിഷൻ ഉണ്ട്. ഡിവിഷൻ ആഗ്നാത്ത ആൻഡ് ഡിവിഷൻ നാത്തോസ്റ്റൊമാറ്റ. ഡിവിഷൻ ആഗ്നാത്ത എന്ന് പറയുന്നത് അവർ ജോ ഇല്ലാത്ത ഓർഗാനിസംസ് ആണ്. ദേ ആർ ജോലെസ്. നാത്തോസ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ അവർക്ക് ജോസ് ഉണ്ട്. ഇനി ഡിവിഷൻ നാത്തോസ്റ്റൊമാറ്റ നമ്മൾ വീണ്ടും 2 സൂപ്പർ ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് പിസസ് ആൻഡ് ടെട്രാപോഡ. സൂപ്പർ ക്ലാസ് പിസസ് എന്ന് പറയുന്നത് ഫിൻസ് ഉള്ള ഓർഗാനിസംസ് ആണ്. ഫിൻസ് ഉള്ള ഓർഗാനിസത്തിനാണ് നമ്മൾ സൂപ്പർ ക്ലാസ് പിസസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ലിംബ്സ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ടെട്രാപോഡയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി അഗ്നാത്ത എന്ന് പറഞ്ഞ നമ്മുടെ ഡിവിഷന് അവർക്ക് വീണ്ടും അവർ സൂപ്പർ ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല. അവർക്കൊരു ക്ലാസ് മാത്രമേ ഉള്ളൂ. അതാണ് സൈക്ലോസ്റ്റൊമാറ്റ. ഓക്കെ, ഇനി സൂപ്പർ ക്ലാസ് പീസസിന് നമ്മൾ വീണ്ടും 2 ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ക്ലാസ് കോൺട്രിക്റ്റീസ് ആൻഡ് ക്ലാസ് ഓസ്റ്റിക്റ്റീസ്. ടെട്രാപോഡയിൽ വരുന്നത് 4 ക്ലാസ്സുകളാണ്. ഫസ്റ്റ് വൺ ആംഫീബിയ, സെക്കൻഡ് റെപ്റ്റീലിയ, തേർഡ് ഏവ്സ് ആൻഡ് ഫോർത്ത് വൺ മാമൽസ്. ഇനി നമുക്ക് ഓരോ ക്ലാസ്സും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാവേ. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റയാണ്. സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറയുന്നത് അവർ എക്ടോ പാരസൈറ്റ്സ് ആണ്. അവർ മറ്റ് ഫിഷസിൽ എക്ടോ പാരസൈറ്റ്സ് ആയിട്ടാണ് ജീവിക്കുന്നത്. ആൻഡ് ദേ ഹാവ് ഇലോങ്ങേറ്റഡ് ബോഡി. അവർക്ക് ഇലോങ്ങേറ്റഡ് ബോഡിയാണ്. ആൻഡ് ഹാവ് 6 to 15 പെയേഴ്സ് ഓഫ് ഗിൽ സ്ലിറ്റ്സ് ഉണ്ട്. അപ്പോൾ എന്തിനാണ് ഇവരുടെ ഗിൽ സ്ലിറ്റ്സ്? റെസ്പിറേഷന് വേണ്ടിയിട്ട്. ആൻഡ് അവരുടെ മൗത്തിൻ്റെ പ്രത്യേകത നോക്കാം. മൗത്ത് എന്ന് പറയുന്നത് സക്കിങ് ആൻഡ് സർക്കുലാർ ആണ്. ആൻഡ് ദേ ആർ വിത്തൗട്ട് ജോസ്. അവർക്ക് ജോസ് ഇല്ല. പിന്നെ ഇവരുടെ ബോഡിയിൽ സ്കേറ്റ്സും ഇല്ല. ആൻഡ് ദേ ഹാവ് നോ പെയേർഡ് ഫിൻസ്. പെയേർഡ് ഫിൻസും ഇവരിൽ ആബ്സെൻ്റ് ആണ്. ക്രേനിയം ആൻഡ് വെർട്ടിബ്രൽ കോളം ആർ കാർട്ടിലേജനസ്. ഇവരുടെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. ഇവരുടെ ക്രേനിയം വെർട്ടിബ്രൽ കോളം എന്താണ്? കാർട്ടിലേജനസ് ആണ്. ഈ ഓർഗാനിസം സൈക്ലോസ്റ്റോംസ് എന്ന് പറയുന്നത് അവർ മറൈനാണ്. പക്ഷെ അവർ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ സ്പോണിങ്ങിന് വേണ്ടിയിട്ട് ഫ്രഷ് വാട്ടറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. സ്പോണിങ്ങിന് ശേഷം ഇവരുടെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇവരുടെ അഡൾട്ട് ഓർഗാനിസത്തിന് ഡെത്ത് സംഭവിക്കും. അതിനുശേഷം ലാർവ മാത്രമാണ് തിരിച്ച് ഓഷനിലേക്ക് വരുന്നത്. സൈക്ലോസ്റ്റോംസിൻ്റെ ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾസ് ആണ് പെട്രോമൈസോൺ ഓർ ലാംപ്രെ, മെക്സിനി ഓർ ഹാഗ് ഫിഷ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്ലാസ് കോൺട്രിക്റ്റീസ് ആണ്. ക്ലാസ് കോൺട്രിക്റ്റീസ് എന്ന് പറയുന്നത് അവർ മറൈൻ ഓർഗാനിസംസ് ആണ്. ആൻഡ് ദേ ഹാവ് സ്ട്രീം ലൈൻഡ് ബോഡി ആൻഡ് ഹാവ് കാർട്ടിലേജിനസ് എൻഡോസ്കെൽട്ടൺ. അപ്പോൾ കോൺട്രിക്റ്റീസിന് കാർട്ടിലേജിനസ് എൻഡോസ്കെൽട്ടൺ ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ കാർട്ടിലേജിനസ് ഫിഷസ് എന്ന് വിളിക്കും. ഇനി അവരുടെ മൗത്തിൻ്റെ പ്രത്യേകത നോക്കാം. മൗത്ത് വെൻട്രൽ ആണ്. പിന്നെ ത്രൂ ഔട്ട് ലൈഫ് നോട്ടോകോഡ് പെർസിസ്റ്റൻ്റ് ആണ്. നെക്സ്റ്റ് ഗിൽ സ്ലിറ്റ്സ് ആർ സെപ്പറേറ്റ് വിത്തൗട്ട് ഓപ്പർക്കുലം. എന്താണ്? അവർക്ക് ഓപ്പർക്കുലം ഇല്ല. ഓപ്പർക്കുലം എന്ന് പറഞ്ഞാൽ ഗിൽസിൻ്റെ കവറിങ് ആണ് കേട്ടോ. ഗിൽസിൻ്റെ കവറിങ്ങിനെയാണ് നമ്മൾ ഓപ്പർക്കുലം എന്ന് വിളിക്കുന്നത്. അപ്പോൾ കോൺട്രിക്റ്റീസ് അല്ലെങ്കിൽ കാർട്ടിലേജിനസ് ഫിഷസിന് എന്തില്ല? ഓപ്പർക്കുലം ഇല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഗിൽ സ്ലിറ്റ്സ് സെപ്പറേറ്റഡ് ആണ്. ഇനി കോൺട്രിക്റ്റീസിന് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് പ്രസൻസ് ഓഫ് പ്ലാക്കോയിഡ് സ്കെയിൽസ്. അതായത് അവരുടെ സ്കിന്നിൽ നമുക്ക് മൈന്യൂട്ടഡ് ആയിട്ടുള്ള പ്ലാക്കോയിഡ് സ്കെയിൽസ് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഇവർക്ക് ടീത്ത് പ്രസൻ്റ് ആണ്. ഈ ടീത്ത് എന്ന് പറയുന്നത് ശരിക്കും പ്ലാക്കോയിഡ് സ്കെയിലിൻ്റെ മോഡിഫിക്കേഷനാണ്. ആൻഡ് ദേ ഹാവ് 2 ചേമ്പേർഡ് ഹാർട്ട്. അവർക്ക് എന്തുണ്ട്? 2 ചേമ്പേർഡ് ഹാർട്ടാണുള്ളത്. അതായത് 1 ഓറിക്കിളും 1 വെൻട്രിക്കിളും. പിന്നെ ഇവർക്ക് എയർ ബ്ലാഡർ ഇല്ല. എയർ ബ്ലാഡർ ആബ്സെൻ്റ് ആണ്. എയർ ബ്ലാഡർ ആബ്സെൻ്റ് ആയതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് സിങ്ക് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ കണ്ടിന്യൂസ് ആയിട്ട് സ്വിം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇവരുടെ ഒരു മെമ്പറായ ടോർപിഡോയിൽ ഇലക്ട്രിക് ഓർഗൻ പ്രസൻ്റ് ആണ്. വേറൊരു സ്പീഷീസായ ട്രൈഗണിൽ പോയിസൺ സ്റ്റിങ്ങും പ്രസൻ്റ് ആണ്. പിന്നെ ഇവരെന്ന് പറയുന്നത് പൊയ്ക്കിലോതെംസ് ആണ്.
പൊയ്ക്കിലോതെർമ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാം ബ്ലഡഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അതായത് ഇവർക്ക് ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. കോൺട്രിക്ടീസിൻ്റെ ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾസ് ആണ് നമ്മുടെ സ്കോളിയോഡൺ ഓർ ഡോഗ് ഫിഷ്, പ്രിസ്റ്റിസ് ഓർ സോ ഫിഷ്, കർക്കറോഡൺ ഓർ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്, ട്രൈഗൺ ഓർ സ്റ്റിംഗ്റേ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്ലാസ് ഓസ്റ്റിക്തീസ് ആണ്. ക്ലാസ് ഓസ്റ്റിക്തീസ് അല്ലെങ്കിൽ നമ്മൾ അവരെ ബോണി ഫിഷസ് എന്ന് വിളിക്കും. എന്തുകൊണ്ടാണ്? അവർക്ക് ബോണി എൻഡോസ്കെൽട്ടൺ ആണ് ഉള്ളത്. ഇവരെന്ന് പറയുന്നത് മറൈൻ മാത്രമല്ല, നമ്മുടെ കോൺട്രിക്ടീസിനെ പോലെ മറൈൻ മാത്രമല്ല, ഫ്രഷ് വാട്ടർ ഓർഗാനിസവും കാണാം. ആൻഡ് ദേ ഹാവ് സ്ട്രീംലൈൻഡ് ബോഡി. സ്ട്രീംലൈൻഡ് ബോഡിയാണ്. മൗത്ത് ടെർമിനലാണ്. കോൺട്രിക്ടീസിൽ മൗത്ത് എന്തായിരുന്നു? വെൻട്രൽ ആയിരുന്നു. ഓസ്റ്റിക്ടീസിൽ മൗത്ത് ടെർമിനലാണ്. ആൻഡ് ദേ ഓൾസോ ഹാവ് ഓപ്പർക്കുലം. അവർക്ക് എന്തുണ്ട്? ഓപ്പർക്കുലം ഉണ്ട്. അതായത് എന്താണ്? അവരുടെ ഗിൽസിന് കവറിംഗ് ഉണ്ട്. ദേ ഹാവ് 4 pairs ഓഫ് ഗിൽസ്. 4 പെയർ ഓഫ് ഗിൽസ് ആണുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് കവേർഡ് ബൈ ഓപ്പർക്കുലം. പിന്നെ ഇവരുടെ സ്കിന്നിൽ കാണപ്പെടുന്ന പ്രത്യേക ടൈപ്പ് സ്കെയിൽസ് ആണ് സൈക്ലോയിഡ് സ്കെയിൽസും ടീനോയിഡ് സ്കെയിൽസും. ഇങ്ങനെ 2 ടൈപ്പ് സ്കെയിൽസ് ഇവർക്ക് പ്രസൻ്റ് ആണ്, സൈക്ലോയിഡ് ആൻഡ് ടീനോയിഡ്. ആൻഡ് ദേ ഹാവ് ഓൾസോ എയർ ബ്ലാഡർ. അവർക്ക് എന്തുണ്ട്? എയർ ബ്ലാഡറും പ്രസൻ്റ് ആണ്. ഹാർട്ട് കോൺട്രിക്ടീസിലെ പോലെ തന്നെ 2 ചേമ്പേർഡ് ഹാർട്ടാണ് ഉള്ളത്. ആൻഡ് ദേ ആർ ഓൾസോ കോൾഡ് ബ്ലഡഡ്. അവരും കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള പൊയ്ക്കിലോതെർമ്സ് ആണ്. ഇനി ഇവരുടെ ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾസ് നോക്കാം. മറൈൻ സ്പീഷീസ് ആണ് നമ്മുടെ എക്സോസീറ്റസ് ഓർ ഫ്ലൈയിങ് ഫിഷ്, ഹിപ്പോക്യാമ്പസ് ഓർ സീ ഹോഴ്സ്. ഓക്കെ. ഫ്രഷ് വാട്ടർ സ്പീഷീസ് ആണ് ലേബിയോ ഓർ രോഹു, കട്ല, ക്ലാരിയാസ് ഓർ മാഗൂർ. പിന്നെ അക്വേറിയം സ്പീഷീസ് ആണ് ബെറ്റ ഓർ ഫൈറ്റിംഗ് ഫിഷ്, ടിറോഫിലം ഓർ ഏഞ്ചൽ ഫിഷ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ് ആംഫിബിയാണ്. ആംഫിബിയുടെ ബോഡി നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം, ഹെഡ് ആൻഡ് ട്രങ്ക്. പിന്നെ ഇവരുടെ സ്കിന്ന് വരുന്ന മോയിസ്റ്റ് സ്കിന്നാണ്. അതായത് ഇവർക്ക് സ്കെയിൽസ് ഒന്നുമില്ല. പിന്നെ ഇവരുടെ ഐസിന് ഐലിഡും പ്രസൻ്റ് ആണ്. പിന്നെ ഇവരുടെ ഇയർലൈക്ക് സ്ട്രക്ചർ നമ്മൾ വിളിക്കുന്ന പേരാണ് ടിംപാനം. പിന്നെ ഇവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് പ്രസൻസ് ഓഫ് ക്ലോയാക്ക. ക്ലോയാക്ക എന്ന് പറഞ്ഞാൽ എലിമെൻ്ററി കനാൽ, യൂറിനറി ട്രാക്റ്റ്, റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റ് ഇതൊക്കെ ഓപ്പൺ ചെയ്യുന്ന ഒരു കോമൺ ചേമ്പറിനാണ് നമ്മൾ ക്ലോയാക്ക എന്ന് വിളിക്കുന്നത്. ഈ ക്ലോയാക്ക എന്ത് ചെയ്യും? എക്സ്റ്റീരിയറിലേക്കായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ ഇവർക്ക് റെസ്പിറേഷന് വേണ്ടി ഗിൽസ് ഉണ്ട്, ലങ്സ് ഉണ്ട്. പിന്നെ സ്കിൻ വഴിയും ഇവർ റെസ്പയർ ചെയ്യുന്നുണ്ട്. ഇവരുടെ ഹാർട്ട് എന്ന് പറയുന്നത് 3 ചേമ്പേർഡ് ആണ്. അതായത് 2 ഓറിക്കിളും 1 വെൻട്രിക്കിളുമാണ് ഇവർക്കുള്ളത്. പിന്നെ ദേ ആർ ഓൾസോ കോൾഡ് ബ്ലഡഡ് ഓർഗാനിസംസ്. ഇവരുടെ ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾസ് ആണ് ബുഫോ ഓർ ടോഡ്, റാണ ഓർ ഫ്രോഗ്, ഹൈല ഓർ ട്രീ ഫ്രോഗ്, സലമാൻഡ്ര ഓർ സലമാൻഡർ, ഇക്തിയോഫിസ് ഓർ ലിംബ്ലെസ് ആംഫിബിയ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്ലാസ് റെപ്റ്റീലിയാണ്. ദേ ആർ ക്രീപ്പിംഗ് ഓർ ക്രോളിംഗ് മോഡ് ഓഫ് ലോക്കോമോഷൻ. ദേ ഹാവ് എന്താണ്? ക്രീപ്പിംഗ് അല്ലെങ്കിൽ ക്രോളിംഗ് മോഡ് ഓഫ് ലോക്കോമോഷൻ ആണ് അവർക്കുള്ളത്. നമുക്കറിയാം നമ്മുടെ സ്നേക്സ് ഒക്കെ അവരെന്ത് ചെയ്യുന്നത്? ക്രോൾ ചെയ്യാണ് ചെയ്യുന്നത്. സോ ദേ ഹാവ് ക്രീപ്പിംഗ് ഓർ ക്രോളിംഗ് മോഡ് ഓഫ് ലോക്കോമോഷൻ. പിന്നെ ഇവരുടെ സ്കിന്നിൽ നമുക്ക് സ്കെയിൽസ് അല്ലെങ്കിൽ സ്ക്യൂട്ട്സ് കാണാൻ പറ്റും. ദേ ഹാവ് എപ്പിഡെർമൽ സ്കെയിൽസ് ഓർ സ്ക്യൂട്ട്സ്. ഈ സ്കെയിൽസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഒരു കോർണിഫൈഡ് സ്കിൻ ലൈക്ക് സ്ട്രക്ചറാണ്. പിന്നെ ഇവർക്ക് എക്സ്റ്റേണലായിട്ട് ഇയർ ഓപ്പണിംഗ് ഒന്നും തന്നെ ഇല്ല. ഇവരിലും ഇയറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ടിംപാനമാണ്. പിന്നെ ഇവരുടെ ഹാർട്ട് എന്ന് പറയുന്നത് 3 ചേമ്പേർഡ് ആണ്. പക്ഷെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. നമ്മുടെ ക്രൊക്കഡൈലിൽ 4 ചേമ്പേർഡ് ഹാർട്ടാണ് കാണുന്നത്. പിന്നെ ഇവരും എന്താണ്? പൊയ്ക്കിലോതെർമ്സ് അല്ലെങ്കിൽ കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾസ് ആണ് കിലോൺ ഓർ ടെർട്ടിൽ, ടെസ്റ്റുഡോ ഓർ ടോർട്ടോയിസ്, കെമിലിയോൺ ഓർ ട്രീ ലിസാർഡ്, കെലോട്ടസ് ഓർ ഗാർഡൻ ലിസാർഡ്, ക്രൊക്കഡൈലസ് ഓർ ക്രൊക്കഡൈൽ, എലിഗേറ്റർ, ഹെമിഡാക്ടൈലസ് ഓർ വാൾ ലിസാർഡ്. പിന്നെ റെപ്റ്റിലിയിൽ വരുന്ന പോയിസണസ് സ്നേക്സ് ആണ് നാജ ഓർ കോബ്ര, ബെങ്കാരസ് ഓർ ക്രേറ്റ്, വൈപ്പറ ഓർ വൈപ്പർ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്ലാസ് ഏവ്സ് ആണ്. നമുക്കറിയാം ബേർഡ്സ് ആണ് ക്ലാസ് ഏവ്സിൽ എന്ന് പറയുന്നത്. അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഫെതേഴ്സ് ആൻഡ്
ബീക്സ് പ്രസൻ്റ് ആണ്. ഓക്കെ. പിന്നെ ഏവ്സിൻ്റെ വിങ്സ് എന്ന് പറയുന്നത് ശരിക്കും അത് മോഡിഫൈഡ് ആയിട്ടുള്ള ഫോർ ലിംസ് ആണ്. വിങ്സ് എന്ന് പറയുന്നത് എന്താണ്? മോഡിഫൈഡ് ഫോർ ലിംസ് ആണ് വിങ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ ഹൈൻഡ് ലിംസിൽ നമുക്ക് സ്കെയിൽസ് കാണാൻ സാധിക്കും. അതുപോലെ ഹൈൻഡ് ലിംസിന് മോഡിഫിക്കേഷൻ ഉണ്ട്. അതായത് വാക്കിംഗ്, സ്വിമ്മിങ്, ക്ലാസ്പിംഗ് ഈ ഫങ്ഷൻസിന് വേണ്ടിയിട്ട് ഹൈൻഡ് ലിംസിന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഹൈൻഡ് ലിംസിൽ നമുക്ക് സ്കെയിൽസും കാണാൻ സാധിക്കും. പിന്നെ ശരിക്കും ബേർഡ്സിൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഡ്രൈ സ്കിന്നാണ്. അവർക്ക് ഗ്ലാൻസ് ഒന്നുമില്ല. പക്ഷെ അവരുടെ ടെയിലിൻ്റെ ബേസിൽ നമുക്ക് ഓയിൽ ഗ്ലാൻഡ് കാണാൻ സാധിക്കും. പിന്നെ ഇവരുടെ എൻഡോസ്കെൽട്ടൺ എന്ന് പറയുന്നത് ഓസിഫൈഡ് ആണ്. ഹോളോ ബോൺസ് ആണ് ഇവർക്കുള്ളത്. ഹോളോ ബോൺസ് വിത്ത് എയർ ക്യാവിറ്റീസ്. അങ്ങനെയുള്ള ബോൺസിന് നമ്മൾ ന്യൂമാറ്റിക് ബോൺസ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഇവർക്ക് ഫ്ലൈറ്റിന് വേണ്ടിയിട്ടുള്ളൊരു അഡാപ്റ്റേഷനാണ് ന്യൂമാറ്റിക് ബോൺസിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ടേംസിൽ നമുക്ക് ക്രോപ്പ് ആൻഡ് ഗിസാർഡ് കാണാൻ സാധിക്കും. ക്രോപ്പ് ആൻഡ് ഗിസാർഡ് എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് ട്രാക്റ്റിലുള്ള അഡീഷണൽ ചേമ്പേഴ്സ് ആണ്. പിന്നെ ഇവരുടെ ഹാർട്ട് എന്ന് പറഞ്ഞാൽ 4 ചേമ്പേർഡ് ആണ്. ആൻഡ് ദേ ആർ വാം ബ്ലഡഡ്. അവരെന്താണ്? ഹോമിയോതേംസ് അല്ലെങ്കിൽ വാം ബ്ലഡഡ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്കൊരു കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ആൻഡ് ദെയർ എയർ സാക്സ് കണക്റ്റഡ് ടു ലങ്സ്. ബേർഡ്സിൻ്റെ എയർ സാക്സ് ലങ്സുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ. ഇനി ഏവ്സിൽ ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് കോർവസ് ഓർ ക്രോ, കൊളുംബ ഓർ പീജിയൻ, സിറ്റാക്കുല ഓർ പാരറ്റ്, ശ്രുതിയോ ഓർ ഓസ്ട്രിച്ച്, പാവ ഓർ പീകോക്ക്, ടിനോഡൈറ്റ്സ് ഓർ പെൻഗ്വിൻ, നിയോഫ്രോൺ ഓർ വൾച്ചർ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. ക്ലാസ് മമ്മേലിയ. ടെട്രാപോഡയിലെ ലാസ്റ്റ് ക്ലാസ് ആണ് മമ്മേലിയ. മമ്മേലിയ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു പോയിൻ്റാണ് പ്രസൻസ് ഓഫ് മാമറി ഗ്ലാൻസ്. എന്താണ് മാമറി ഗ്ലാൻസ്? മിൽക്ക് പ്രൊഡ്യൂസിങ് ഗ്ലാൻസ് ആണ് മാമറി ഗ്ലാൻസ്. എന്തിനു വേണ്ടിയിട്ടാണ്? യങ് വൺസിന് നറിഷ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ദേ ഹാവ് 2 pairs ഓഫ് ലിംസ് ഉണ്ട്. അവർക്ക് 2 pairs ഓഫ് ലിംസ് ഉണ്ട്. പിന്നെ അവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് സ്കിന്നിൽ ഹെയർസ് ഉണ്ടെന്നുള്ളത് കേട്ടോ. ദർ സ്കിൻ ഹാവ് ഹെയർസ്. പിന്നെ നെക്സ്റ്റ് പോയിൻ്റാണ് പിന്നെ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഇയർ ആണ് കേട്ടോ. എക്സ്റ്റേണൽ ഇയറിൻ്റെ വേറൊരു പേരാണ് പിന്നെ ഇവരുടെ ജോസിൽ എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ക്ലാസ് മമ്മയിലെ എന്ന് പറയുന്നത് അവർ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഹാബിറ്റാറ്റ്സിൽ ജീവിക്കുന്നവരാണ്. മൗണ്ടെയ്ൻസിൽ, ഡെസേർട്ട്സിൽ, പോളാർ ഐസ് ക്യാപ്സിൽ, ഫോറസ്റ്റിൽ, അങ്ങനെ വെറൈറ്റി ഓഫ് ഹാബിറ്റാറ്റ്സിൽ നമുക്ക് ക്ലാസ് മമ്മയിലെ കാണാൻ സാധിക്കും. പിന്നെ ഇവരുടെ ഹാർട്ട് എന്ന് പറയുന്നത് 4 ചേമ്പേർഡ് ഹാർട്ടാണ്. 2 ഓറിക്കിളും 2 വെൻട്രിക്കിളുമാണ് ഉള്ളത്. പിന്നെ റെസ്പിറേഷന് വേണ്ടിയിട്ട് എന്തുണ്ട്? ലങ്സ് പ്രസൻ്റ് ആണ്. ആൻഡ് ദേ ആർ ഹോമിയോതേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാം ബ്ലഡഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. പിന്നെ ക്ലാസ് മമ്മേലിയയിൽ ഓവിപാരസ് ഓർഗാനിസംസും വിവിപാരസ് ഓർഗാനിസവും ഉണ്ട്. ഓവിപാരസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഗ്ഗ് ലേയിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ഓവിപാരസ്. വിവിപാരസ് എന്ന് പറഞ്ഞാൽ യങ് ഓഫ് സ്പ്രിങ്സിന് ഗീവ് ബർത്ത് ചെയ്യുന്നവരാണ് വിവിപാരസ്. അപ്പോൾ നമുക്ക് മമ്മേലിയയിലെ എക്സാമ്പിൾസ് നോക്കാം. ഓവിപാരസിന് എക്സാമ്പിൾസ് ആണ് നമ്മുടെ ഓർണിത്തോറിങ്കസ് ഓർ പ്ലാറ്റിപ്പസ്. വിവിപാരസിന് എക്സാമ്പിളാണ് മൈക്രോപ്പസ് ഓർ കങ്കാരു, ടീറോപ്പസ് ഓർ ഫ്ലൈങ് ഫോക്സ്, ക്യാമിലസ് ഓർ ക്യാമൽ, മെക്കാക്ക ഓർ മങ്കി, റാറ്റസ് ഓർ റാറ്റ്, കാനിസ് ഓർ ഡോഗ്, ഫെലിസ് ഓർ ക്യാറ്റ്, എലിഫാസ് ഓർ എലിഫൻറ്റ്, ഇക്വസ് ഓർ ഹോഴ്സ്, ഡെൽഫിനസ് ഓർ കോമൺ ഡോൾഫിൻ, ബലാനോപ്റ്റീറ ഓർ ബ്ലൂ വെയിൽ, പാന്തറ ടൈഗ്രിസ് ഓർ ടൈഗർ, പാന്തറ ലിയോ ഓർ ലയൺ. ഇത്രയാണ് നമ്മൾ ക്ലാസ് മമ്മേലിയയിൽ ഓർത്ത് വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.